നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ എസ്.ആർ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഫ്രം ആസ്റ്റർ മെഡിസിറ്റി. ഞാൻ ഈ വീഡിയോ എൻ്റെ ക്ലിനിക് സ്പന്ദൻ പ്രിവൻറ്റീവ് ക്ലിനിക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഉറക്കവും ഹാർട്ട് ഡിസീസിനെ പറ്റിയാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. അത് എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രമേ നിങ്ങളിത് കാണാവുള്ളൂ. ഓക്കെ, ഈ ഉറക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. ഒന്ന്, ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു റിപ്പയർ നടക്കുന്നത് ഉറക്ക സമയത്താണ്. പലപ്പോഴും ഉറക്കം പലർക്കും കുറവാണ്. അത് പലതരം രോഗത്തിനും ഉള്ള കാരണമായി മാറുന്നുണ്ട്. ഉറക്കം കിട്ടാതെ വരിക, ഉറക്കത്തിൽ നമ്മുടെ അപ്പർ എയർവേ ബ്ലോക്ക് വന്നിട്ട് സ്ലീപ്പ് അപ്പിനിയ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സ്ലീപ്പ് അപ്പിനിയ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, കൊറിയാർഡ് ഡിസീസ്, സ്ട്രോക്ക്, ഡേ ടൈം സോംനലൻസ്, നമ്മൾ രാവിലെ ഇരുന്ന് വെറുതെ ഉറക്കം തൂങ്ങിയിരിക്കുക, ടയർഡ്നെസ്, ഇതെല്ലാം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രായത്തിനനുസരിച്ചാണ് ഉറക്കം. ചെറിയ കുട്ടിയിരിക്കുമ്പോൾ, ഇൻഫൻസ് ആയിട്ടിരിക്കുന്നവർ അവർക്ക് 14 to 16 മണിക്കൂർ ഉറങ്ങണം. ഒരു ടോഡ്ലർ, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയൊക്കെ 8 to 10 മണിക്കൂറും, എന്നെ പോലത്തെ ഒരാൾക്ക് ഏകദേശം ഒരു 6 to 8 മണിക്കൂറും ദിവസം ഉറക്കത്തിന് ആവശ്യമുള്ളതാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ പലതരം ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്തിനെ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെമ്മറിയും അത് കൂട്ടുകയും, അൽസീമർ എന്ന രോഗം ഒരു തരത്തിൽ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ നല്ലൊരു ഉറക്കം ആവശ്യമാണ്. പലപ്പോഴും ഈ ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക്, കൊഴുപ്പ് കൂടുതലുള്ള ആൾക്കാർക്ക് ശ്വാസം രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഈ നമ്മുടെ ഈ അപ്പർ എയർവേയിൽ ആ മസിൽസ് റിലാക്സ് ആകുമ്പോൾ ഈ മസിൽ പുറകോട്ട് വീണിട്ട് നമ്മുടെ എയർവേ ബ്ലോക്ക് ആകും. അത് നമ്മൾ നമ്മൾ കൂർക്കം വലിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ കൂർക്കം വലിക്കുന്നത് നമ്മളെ കാറ്റ് മൂക്കുകൂടെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മുടെ നേസോഫാരിങ്സിലോട്ട് പോകുമ്പോൾ അതിന് ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ്. ഈ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് ആണ് ഈ കൂർക്കം വലിക്കുന്ന ശബ്ദം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്ലോക്ക് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഈ ശ്വാസം കുറച്ച് നേരത്തേക്ക് നിന്ന് പോവുകയും ചെയ്യും. അതിനെയാണ് അപ്നിയ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇത്തരം ബ്ലോക്കുകൾ ഏകദേശം 60 to 100 പ്രാവശ്യം ഒരു മണിക്കൂറിൽ വരും. ഒന്ന് ചിന്തിച്ച് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓക്സിജൻ്റെ അളവ് കുറയുകയും, ശരീരത്തിലെ ഓക്സിജൻ അളവ് കുറയുകയും, ബ്രെയിനിലോട്ടും ഹാർട്ടിലോട്ടും ഒക്കെ ഓക്സിജൻ്റെ സപ്ലൈ കുറയുകയും, ആ അവയവങ്ങൾ സാധാരണക്കാട്ടി കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതി വരും. ഹാർട്ട് സാധാരണ ഉറങ്ങുന്ന സമയത്ത് റേറ്റ് കുറയുകയും സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഓക്സിജൻ കുറയുമ്പോൾ അത് അഡ്രിനാലിൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കൂടുകയും ഹാർട്ട് കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതി വരും. അങ്ങനെ വരുമ്പോൾ ഇവയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാതെ വരുന്നു. അങ്ങനെ സ്ട്രെസ് ഹോർമോൺസൊക്കെ കൂടുമ്പോൾ നമുക്ക് പിന്നെയും ഹൈപ്പർ ടെൻഷനും സ്ട്രോക്കും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസും കുറേ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരാനുള്ള റിസ്ക് ഏകദേശം 2 to 3 times റിസ്ക് കൂടാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് സ്ലീപ്പ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. പലപ്പോഴും നമുക്കിത് അറിയത്തില്ല. നമ്മുടെ ഈ ഈ ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ഉറക്കം ഒഴിവാക്കുകയും സ്ട്രെസ്സ് ആവശ്യമില്ലാതെ കൂട്ടുന്ന പല സംഗതികളുണ്ടാകും. പലപ്പോഴും നമ്മൾ കൊളീഗുമായിട്ടുള്ള ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി ഒരു ദിവസം മൊത്തം ഇരുന്ന് അതിനെപ്പറ്റി ആലോചിക്കുകയും രാത്രി ഉറക്കം കളയുന്നതൊക്കെ നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി അത് ബാധിക്കും. അപ്പോൾ ഉറക്കം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നമ്മുടെ ലൈഫിൽ റെഗുലറായിട്ട് നമുക്ക് അതൊരു സെറ്റ് പാറ്റേൺ കീപ്പ് ചെയ്യേണ്ടതാണ്. കാര്യം നമ്മുടെ ബോഡിക്കൊരു സർക്കേഡിയൻ റിതം പോലെ ഒരു റിതമാണ്. ആ റിതം ഡിസ്റ്റർബ് ആയാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹോർമോൺസിൻ്റെ ഒരളവും അതിന് ടൈമിംഗ് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു ലോങ് ടേം പോസിറ്റീവ് ഹെൽത്തിന് വേണ്ടി നമുക്കൊരു റെഗുലർ റിലീഫ് പാറ്റേൺ ആവശ്യമാണ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. എന്തൊക്കെയാണ് ഒരു ഉറങ്ങുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഒന്ന്, ഡേ ടൈം ഉറക്കം നമ്മുടെ കുറയും. സെക്കൻഡ്, നമ്മൾ കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും. നമുക്ക് ക്ലാരിറ്റി ഓഫ് തോട്ട് വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു എഫിഷ്യൻസി വരും. നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ആവും, നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ആവും.
അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അത് നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഒരു നല്ല ഉറക്കം കിട്ടിയാൽ ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് ബെനിഫിറ്റ്സ്. എന്തുകൊണ്ട് നമ്മൾ ഉറക്കം പോകുന്നത്? മെയിൻ കാരണങ്ങൾ നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടൊരു TV വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഉറക്കത്തിന് ഏറ്റവും ദോഷകരമായ കാര്യം. അതുപോലെ തന്നെ കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സ്റ്റിമുലേറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ പ്രശ്നങ്ങൾ എടുത്ത് നമ്മൾ ബെഡ്റൂമിലോട്ട് കൊണ്ട് ലാപ്ടോപ്പ് കൊണ്ടുവച്ച് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും നമ്മുടെ മൈൻഡ് സ്റ്റിമുലേറ്റ് ആകുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം പോയി കിട്ടും. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ബെഡ്റൂമിൽ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസും TV ഒന്നും വെക്കാതിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഉടനെ പോയി കിടക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 3 hours ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. ഇനി ഉറങ്ങാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. ഇച്ചിരി പാല് നല്ലതാണ്. പണ്ടേ നമ്മുടെ അമ്മമാർ പറയാറില്ലേ, ഒരു വാം മിൽക്ക് കുടിക്കുക. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ടീ. ലൈറ്റ് ഫുഡാണ് ആക്ച്വലി ഉറക്കത്തിന് നല്ലത്. പലപ്പോഴും നമ്മൾ വയറ് നിറച്ച് കിടന്ന് ഉറങ്ങാമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ലൈറ്റ് ഫുഡാണ് ആക്ച്വലി ഒരു നല്ല ഉറക്കത്തിന് നല്ലത്. പിന്നെ നമുക്ക് ഉറങ്ങാൻ വേണ്ടി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏതെങ്കിലും ഒരു മെഡിസിൻ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഞാനങ്ങ് ഉറങ്ങും. അതുപോലെ തന്നെ എന്തെങ്കിലും ലൈറ്റ് റീഡിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ എളുപ്പമുണ്ട്. ചില യോഗയുടെ ചില എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5-10 മിനിറ്റ് നമ്മൾ സ്ട്രെച്ച് എക്സസൈസ് ചെയ്താലും നമുക്ക് ഉറങ്ങാൻ എളുപ്പത്തിൽ പറ്റും. നല്ല ചില ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന്, റെഗുലർ എക്സസൈസ്. ഏകദേശം ഒരു ദിവസം ഒരു 20-30 മിനിറ്റ് ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്യുക. മദ്യപാനം കുറയ്ക്കുക. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ എനർജി ഡ്രിങ്ക്സ്, റെഡ് ബുൾ, കെഫീൻ അടങ്ങിയ ഡ്രിങ്ക്സൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് സുഖകരമായ സ്ലീപ്പ് കിട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. സ്മോക്കിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അത് അവോയ്ഡ് ചെയ്യേണ്ട സാധനമാണ്. അത് റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് ആണ്. അതുപോലെ തന്നെ ഉറക്കം കെടുത്താൻ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അപ്പം സ്മോക്കിംഗ് നിർത്തേണ്ട അത്യാവശ്യം ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ നല്ല സ്ലീപ്പ് കിട്ടും, എന്താണ് ആ സ്ലീപ്പിൻ്റെ ഉപയോഗം എന്ന് അതിൻ്റെ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നന്ദി, നമസ്കാരം.